നേരത്തെ DMO ഡോക്ടർ സക്കീന മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. കൃത്യമായും ഇപ്പോഴും 25 പേർക്ക് പരിക്ക് എന്നുള്ളത് ഫൈനലൈസ് ചെയ്യാൻ കഴിയുന്ന കണക്കാണോ, അതോ ഇനിയും കൂടുതൽ പേർ ഏതെങ്കിലും ആശുപത്രിയിൽ ഉണ്ട് എന്നൊരു കൃത്യമായ കണക്കാണോ പറയുന്നത് DMO? അജീഷ്. ഹാഷ്മി, നിലവിൽ DMO പറഞ്ഞത് ഈ സർക്കാർ ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിലും ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണമാണ്. ഇനിയും ആൾക്കാർ ഒരുപക്ഷെ ആശുപത്രിയിൽ ചികിത്സ തേടി എത്തിയേക്കാം എന്നാണ് DMO പറയുന്നത്. കാരണം ഇതിൽ നേരിട്ട് ഈ അപകടം പറ്റിയത്, പൊട്ടിത്തെറിയിൽ നേരിട്ട് പരിക്കേറ്റത് 6 പേർക്ക് മാത്രമാണ്. ബാക്കിയുള്ളവർ, ഈ ബാക്കി 19 പേരെന്ന് പറയുമ്പോൾ ഈ പൊട്ടിത്തെറി ഉണ്ടായ സ്ഥലത്തിന് തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലും അവർക്ക് ഈ സാധനങ്ങൾ തെറിച്ചതും അങ്ങനെ ഇതിന്റെ ആഘാതത്തിൽ പരിക്കേറ്റവരാണ്. നമ്മൾ ഇവിടെ ഈ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തുന്ന സമയത്ത് ഒരു പ്രായമായ സ്ത്രീ, ഒരു വൃദ്ധയെ ഇങ്ങോട്ട് 108 ആംബുലൻസിൽ എത്തിക്കുകയുണ്ടായി. അവർ ചികിത്സയിൽ കഴിയുകയായിരുന്നു. ഈ സ്ത്രീക്ക് ഇതിന്റെ ആഘാതത്തിൽ, ഇതിന്റെ ശബ്ദത്തിലുണ്ടായ പേടിച്ചിട്ടാണ് അവർക്കിപ്പോൾ ചെറിയൊരു അസ്വസ്ഥത അനുഭവപ്പെട്ട് ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ നിരവധി പേരെ ഈ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നിലവിൽ DMO പറയുന്ന കണക്കനുസരിച്ച് 18 പേര് സർക്കാർ ആശുപത്രികളിലുണ്ട്. ഇതിൽ ആദ്യം പ്രധാനപ്പെട്ട എല്ലാവരെയും കൊണ്ടുവന്നത് തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലാണ്. ഇതിൽ ഗുരുതര പരിക്കേറ്റ 5 പേരെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ട്. 2 പേരെ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 7 പേരാണ് സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്നത്. ഇനി OP ട്രീറ്റ്മെന്റിലും ചിലർ കഴിയുന്നുണ്ട്. അല്ലാതെ അങ്ങനെ നേരിട്ട് പൊള്ളലേറ്റിട്ടുള്ളവരല്ല കൂടുതലും ഉള്ളത്. നേരിട്ട് പൊള്ളലേറ്റിട്ടുള്ളവർ, അതായത് പൊട്ടിത്തെറിച്ചപ്പോൾ ഉണ്ടായ അപകടത്തിൽ പരിക്കേറ്റവർ 6 പേർ മാത്രമാണ് ഉള്ളത്. അതിൽ ഒരാളാണ് വിഷ്ണു, ജീവൻ പൊലിഞ്ഞ വിഷ്ണു. ബാക്കിയുള്ളവർ, അതിൽ 2 പേർ മെഡിക്കൽ കോളേജിൽ കഴിയുന്ന, അതിൽ ഒരാളുടെ നില ഗുരുതരമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാണ് DMO പറയുന്നത്. ബാക്കിയുള്ളവരുടെയൊക്കെ അപകട നില തരണം ചെയ്തു. അവരുടെ അത്ര പരിക്കൊന്നും അത്ര ഗുരുതരമല്ല. അതുകൊണ്ട് നമുക്ക് നിലവിൽ കിട്ടുന്ന വിവരം അനുസരിച്ചിട്ട് 25 പേർ സർക്കാർ സ്വകാര്യ ആശുപത്രികളിലായി കഴിയുന്നുണ്ട്. 7 പേരാണ് പ്രൈവറ്റ് ആശുപത്രികളിലുള്ളത്. ഇവരെല്ലാം സ്വമേധയാ വീട്ടിൽ നിന്ന് അവരുടെ ആശുപത്രിയിലേക്ക് പോയതാണ്. ഇനി കൂടുതൽ പേർ, ഒരുപക്ഷെ ഈ ആഘാതം, ഇത്രയും വലിയ പൊട്ടിത്തെറിയും ശബ്ദവും കേട്ടപ്പോഴുണ്ടായ ആഘാതത്തിൽ ഇനി ഒരുപക്ഷെ കൂടുതൽ പേർ മറ്റ് സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടിയേക്കാം. അവരുടെയൊക്കെ കണക്കുകൾ ആരോഗ്യവകുപ്പ് എടുത്തു വരുന്നതേ ഉള്ളൂ. അതെല്ലാം വരുന്ന മണിക്കൂറുകളിൽ തന്നെ ബുള്ളറ്റിനായി പുറത്തുവിടുമെന്ന് DMO അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിന്റെ ഒരു ആഘാതത്തിൽ നിന്ന് മോചനം നേടുവാനായി അതിന്റെ ഈ പ്രദേശത്തുള്ള വീടുകളിലും ഒക്കെ കൗൺസിലിംഗ് നടത്തുന്നതിനുള്ള ഏർപ്പാടുകൾ ആരോഗ്യവകുപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഇനി ഇതിന്റെ രക്ഷാപ്രവർത്തനമൊക്കെ കഴിഞ്ഞ് അവിടുത്തെ അവശിഷ്ടങ്ങളെല്ലാം മാറ്റിയതിനു ശേഷം അടുത്ത ഘട്ട നടപടി എന്ന നിലയ്ക്ക് അങ്ങോട്ടേക്ക് ആരോഗ്യവകുപ്പിന്റെ കൗൺസിലിന് വേണ്ടിയിട്ടുള്ള ആളുകളെ അയക്കുമെന്ന് DMO പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള നിർദ്ദേശം ആരോഗ്യമന്ത്രി നേരിട്ട് തന്നെ DMOയെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. അതിന്റെ ജീവനക്കാരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെല്ലാം അല്പസമയത്തിനകം തന്നെ ഈ പ്രദേശത്തേക്ക് പോയി ഇവിടെ രക്ഷാപ്രവർത്തനം കഴിഞ്ഞതിന് ശേഷം, അവിടുത്തെ സാഹചര്യങ്ങളെല്ലാം നോർമലായതിനു ശേഷം ഒരു വീടുകളിൽ പോയി ഇവിടുത്തെ പ്രായമായ ആളുകളെയും അതേപോലെ തന്നെ ചികിത്സയിൽ കഴിയുന്നവരെയും ഒക്കെ നേരിട്ട് കണ്ട് അതിനുള്ള കൗൺസിലിംഗിന് വേണ്ടിയിട്ടുള്ള നടപടികൾ തുടങ്ങുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും നിലവിൽ 25 പേരാണ് സർക്കാർ സ്വകാര്യ ആശുപത്രികളിലായി ഈ പൊട്ടിത്തെറിയുടെ ബാക്കിയായി ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നു. അതിൽ 6 പേരാണ് നേരിട്ട് പൊള്ളലേറ്റിട്ടുള്ളത്. ഹാഷ്മി.